മൈഗ്രെയിൻ ഉള്ള പല ആൾക്കാരും അവരുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും മറ്റുള്ളവർ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നില്ല എന്ന് പറയാറുണ്ട്. ശരിയാണ്, പ്രത്യേകിച്ച് മൈഗ്രെയിൻ ഇല്ലാത്തവർക്ക് അതൊരു തലവേദന മാത്രമാണ്. കാരണം മൈഗ്രെയിൻ അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ലാബ് ഇൻവെസ്റ്റിഗേഷൻസോ സ്കാനിങ് റിപ്പോർട്ടോ വെച്ച് മൈഗ്രെയിൻ എത്രത്തോളമാണെന്ന് അവരെ കൺവിൻസ് ചെയ്യാനും കഴിയില്ല. മൈഗ്രെയിൻ അറ്റാക്സ് വരുമ്പോൾ, പ്രത്യേകിച്ച് ക്രോണിക് മൈഗ്രെയിൻ ഉള്ളവരാണെങ്കിൽ ഫിസിക്കലി ആൻഡ് മെന്റലി വീക്ക്നെസ് ഉണ്ടാവാം, ഒന്ന് കിടക്കണം തോന്നാം, നെർവസ് സിസ്റ്റം ഒക്കെ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് ആ ഒരു സമയത്ത് ചെറിയൊരു സൗണ്ടോ സ്മെല്ലോ ലൈറ്റോ ഒന്നും സഹിക്കാൻ പറ്റാത്തത്. ഇമോഷണൽ ഡിസ്റ്റർബൻസസ് കാണാറുണ്ട്. ഹാർഷായിട്ട് റിയാക്ട് ചെയ്യാം, ദേഷ്യപ്പെടാം, സങ്കടം വരാം, ഓർമ്മക്കുറവ്, തലചുറ്റൽ, ബോഡി പെയിൻ, കഴുത്തിനുണ്ടാകുന്ന വേദന, മസിൽ പെയിൻ, അങ്ങനത്തെ ക്രോണിക് പെയിൻസ് ഉണ്ടാവാം. ചിലപ്പോൾ ഒരു കാര്യം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല, പിന്നീട് അതിനെക്കുറിച്ച് ആലോചിച്ച് നിരാശ വരാം. സോ മൈഗ്രെയിൻ ഒരു തലവേദന മാത്രമല്ല, അത് ഹോൾ ബോഡിയെ എഫക്ട് ചെയ്യാം. റിക്കറന്റ് ആയിട്ട് മൈഗ്രെയിൻ അറ്റാക്സ് വരുന്നതും അത് കണക്കിലെടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതും പല രീതിയിലുള്ള ശാരീരിക മാനസിക പ്രശ്നങ്ങളിലേക്ക് അവരെ നയിക്കാം. അത് പിന്നീട് പല രോഗങ്ങൾക്കും കാരണമാവാം. സോ മൈഗ്രെയിൻ ഉള്ളവരെ കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയൊക്കെ ചെയ്യുന്നതിന് പകരം അവർക്ക് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുക, പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കൽ സപ്പോർട്ട് എടുക്കാൻ അഡ്വൈസ് ചെയ്യുക, ഇങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുക. മൈഗ്രെയിൻ കാരണം ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുമല്ലോ.